ഐതിഹ്യമാല അധ്യായം 61. കോന്നിയിൽ കൊച്ചയ്യപ്പൻ. കോന്നിയിൽ കൊച്ചയ്യപ്പൻ എന്ന് പ്രസിദ്ധനായ താപ്പാനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി തിരുവിതാംകൂർ രാജ്യത്തും അടുത്ത പ്രദേശങ്ങളിലും അധികം ആളുകൾ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. ഈ ആന ചെരിഞ്ഞു, അതായത് മരിച്ചു പോയിട്ടിപ്പോൾ 14 കൊല്ലത്തിലധികം കാലമായിട്ടില്ലാത്തതിനാൽ ഇവനെ കണ്ടിട്ടുള്ളവരായിട്ട് തന്നെ ഇപ്പോൾ അനേകം പേർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഈ ആന ആദ്യം റാന്നിയിൽ കർത്താവിൻ്റെ വകയായിരുന്നു. പ്രസിദ്ധ മാന്ത്രികനായിരുന്ന തേവല്ലശ്ശേരി ദാമോദരൻ നമ്പി പറഞ്ഞതനുസരിച്ച് കർത്താവ് ഈ ആനയെ 990-ാം ആണ്ട് അച്ചൻകോവിൽ ശാസ്താവിന് വഴിപാടായി നടക്കിരുത്തിയ സമയത്താണ് ഈ ആനയ്ക്ക് കൊച്ചയ്യപ്പൻ എന്ന് പേരിട്ടത്. അന്ന് ഈ ആനയ്ക്ക് 7 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. നടക്കിരുത്തിയപ്പോൾ ആന ദേവസ്വം വകയായി തീർന്നുവെങ്കിലും അവിടെ നിർത്തിയിരുന്നതിന് ആനയ്ക്ക് രക്ഷ മതിയാവുകയില്ലെന്ന് വിചാരിച്ചും ആ ആനയെക്കുറിച്ചുണ്ടായിരുന്ന വാത്സല്യം കൊണ്ടും കർത്താവ് ആനയെ അപ്പോൾ തന്നെ ദേവസ്വക്കാരോട് ഏറ്റുവാങ്ങി റാന്നിയിൽ തന്നെ കൊണ്ടുചെന്നു. അക്കാലത്ത് കൊച്ചയ്യപ്പന് ചങ്ങലയിടുകയോ അവനെ തളയ്ക്കുകയോ ചെയ്തിരുന്നില്ല. അവന് കൊടുക്കുന്നത് തിന്നുകൊണ്ട് കർത്താവിൻ്റെ വാസസ്ഥലത്ത് തന്നെ മുറ്റത്തും പറമ്പിലുമൊക്കെയായി കളിച്ചു നടന്നാണ് കൊച്ചയ്യപ്പൻ വളർന്നത്. എന്നാൽ അവൻ മനുഷ്യരെ ഉപദ്രവിക്കുകയോ പറമ്പിലുള്ള തെങ്ങിൻ തൈ, വാഴ മുതലായവ നശിപ്പിക്കുകയോ യാതൊന്നും ചെയ്തിരുന്നില്ല. കേവലം മനുഷ്യബാലനെ പോലെയാണ് കൊച്ചയ്യപ്പൻ അവിടെ താമസിച്ചിരുന്നത്. കൊച്ചയ്യപ്പന് കർത്താവിൻ്റെ ഗ്രഹത്തിൽ അവിടെയുള്ള സ്ത്രീ പുരുഷന്മാരോട് വളരെ സ്നേഹവും കുട്ടികളെക്കുറിച്ച് പ്രത്യേക വാത്സല്യവും ഉണ്ടായിരുന്നു. അവിടെയുള്ളവർക്ക് കൊച്ചയ്യപ്പനെക്കുറിച്ചുള്ള സ്നേഹവും അളവറ്റതായിരുന്നു. ആ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും കൊച്ചയ്യപ്പ എന്ന് വിളിച്ചാൽ അവൻ അപ്പോൾ അവിടെ എത്തും. കർത്താവിൻ്റെ ഗ്രഹത്തിലുള്ള കുട്ടികളെ കളിപ്പിക്കുന്നതിന് കൊച്ചയ്യപ്പനും കൊച്ചയ്യപ്പൻ്റെ അടുക്കൽ ചെന്ന് കളിക്കുന്നതിന് കുട്ടികൾക്കും വളരെ സന്തോഷവും ഉത്സാഹവുമായിരുന്നു. കുട്ടികളെ കൊച്ചയ്യപ്പൻ്റെ അടുക്കിലാക്കിയാൽ വേണ്ടതുപോലെ സൂക്ഷിച്ചു കൊള്ളുമെന്നുള്ള വിശ്വാസം അവിടെയുള്ള അമ്മമാർക്കും മറ്റും ഉണ്ടായിരുന്നതിനാൽ അവർ അതിനനുവദിക്കുകയും നടക്കാറായ കുട്ടികളെല്ലാം കൊച്ചയ്യപ്പൻ്റെ അടുക്കൽ ചെന്ന് കളിക്കുകയും ചെയ്തിരുന്നു. കൊച്ചയ്യപ്പനെ ഇടവും വലവും പഠിപ്പിച്ച് ഇണക്കി കൂട്ടിൽ നിന്നിറക്കി കർത്താവിൻ്റെ വാസസ്ഥലത്ത് കൊണ്ടുവന്ന ദിവസം അന്നു മുതൽ കാർണവ കർത്താവ് നെയ്യും പരിപ്പും കൂട്ടിക്കുഴച്ച് ഒരു ഉരുളച്ചോറ് കൊച്ചയ്യപ്പന് കൊടുക്കാതെ ഊണ് കഴിക്കാറില്ല. അത് കണ്ട് അവിടെയുള്ളവരാരും കൊച്ചയ്യപ്പന് ഒരു ഉരുളച്ചോറ് വീതം പതിവായി കൊടുത്തു തുടങ്ങി. എന്നാൽ കാർണവ കർത്താവ് ഉരുള കൊടുക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഉരുള കൊണ്ടു ചെന്നാൽ കൊച്ചയ്യപ്പൻ വാങ്ങുകയില്ലെന്നുള്ളത് തീർച്ചയാണ്. കാർണവ കർത്താവിൻ്റെ ഉരുള വാങ്ങി തിന്നു കഴിഞ്ഞാൽ പിന്നെ ആര് കൊണ്ടു ചെന്ന് കൊടുത്താലും അവൻ വാങ്ങിക്കൊള്ളും. പിന്നെ നിർബന്ധമൊന്നുമില്ല. കൊച്ചയ്യപ്പൻ കർത്താവിൻ്റെ വാസസ്ഥലത്ത് താമസിച്ചിരുന്നപ്പോൾ അവൻ ആനക്കാരന്മാരുണ്ടായിരുന്നില്ല. അവന് തീറ്റി, തെങ്ങോല മുതലായവ ആര് കുങ്കു കൊടുത്താലും കർത്താവ് വെട്ടിച്ചു കൊടുക്കും. അവന് തീറ്റി കഴിഞ്ഞാൽ മുറ്റത്തോ പറമ്പിലോ എവിടെയെങ്കിലും യഥേഷ്ടം പോയി കിടന്നുറങ്ങിക്കൊള്ളും. അങ്ങനെയാണ് പതിവ്. അക്കാലത്ത് കർത്താവിൻ്റെ ഗ്രഹത്തിൽ ദാസ്യപ്രവൃത്തികൾക്കായി ചക്കി എന്നും വിക്കി എന്നും പേരായിട്ടുള്ള 2 സ്ത്രീകൾ താമസിച്ചിരുന്നു. കൊച്ചയ്യപ്പൻ്റെ ശുശ്രൂഷയ്ക്കായി ആ സ്ത്രീകളെയാണ് കർത്താവ് നിയമിച്ചിരുന്നത്. അവർ പതിവായി കൊച്ചയ്യപ്പനെ പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് കൊണ്ടുവരണം. അതല്ലാതെ വിശേഷിച്ചൊന്നും ആനയെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ടതിരുന്നില്ല. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചക്കിയും വിക്കിയും പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ കൊച്ചയ്യപ്പനുണ്ടായ സങ്കടം എത്രമാത്രമെന്ന് പറയുവാൻ പ്രയാസമാണ്. വിക്കിക്ക് മക്കളും മറ്റും ഉണ്ടായിരുന്നില്ല. ചക്കിക്കൊരു മകളുണ്ടായിരുന്നു. ചക്കി മരിച്ചതിന് ശേഷം കർത്താവ് കൊച്ചയ്യപ്പനെ കുളിപ്പിക്കുന്നതിനും ചക്കിയുടെ മകളെ നിയമിച്ചു. അങ്ങനെ കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ കാർണവർ കർത്താവും മരിച്ചു. അപ്പോൾ കൊച്ചയ്യപ്പനുണ്ടായ സങ്കടം കേവലം ദുസ്സഹം തന്നെയായിരുന്നു. കർത്താവ് മരിച്ചിട്ട് 3 ദിവസത്തേക്ക് കൊച്ചയ്യപ്പൻ എന്തെങ്കിലും തിന്നുകയാകട്ടെ, വെള്ളം കുടിക്കുകയാകട്ടെ, ഉറങ്ങുകയാകട്ടെ ചെയ്തില്ല. ആഹാരാത്രം കരഞ്ഞുകൊണ്ട് തന്നെ അവൻ കഴിച്ചുകൂട്ടി. കാർണവ കർത്താവ് മരിച്ച് സംബന്ധിച്ചിട്ടുള്ള അടിയന്തരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം 17-ാം ദിവസം പിന്നത്തെ കാർണവരും കർത്താവിൻ്റെ തളച്ചിൽ ചെന്ന് ഉണ്ണാനിരുന്നപ്പോൾ മുൻപതിവ് വിചാരിച്ച് കൊച്ചയ്യപ്പൻ്റെ തളത്തിൻ്റെ വാതിൽക്കൽ ഹാജരായി നിന്നു. എന്നാൽ ആ കാർണവരുടെ സ്വഭാവം കഴിഞ്ഞുപോയ കാർണവരുടെ സ്വഭാവം പോലെ അല്ലാതായിരുന്നതിന് അദ്ദേഹം കൊച്ചയ്യപ്പന് ഉരുള കൊടുത്തില്ല. അപ്പോൾ കൊച്ചയ്യപ്പൻ അസാമാന്യമായ കുണ്ഠിതമുണ്ടായി. എങ്കിലും അവിടെ ശേഷമുണ്ടായിരുന്നവരെല്ലാം പതിവ് പോലെ ഉരുള കൊടുത്തതിനാൽ കൊച്ചയ്യപ്പൻ ഒരുവിധം സമാധാനപ്പെട്ടു. എന്നാൽ ആ സമാധാനവും അധിക ദിവസത്തേക്ക് നീണ്ടു നിന്നില്ല. അവിടെ ശേഷമുള്ളവരെല്ലാം ആനയ്ക്ക് ഉരുള കൊടുക്കുന്നുണ്ടെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ കാരണവർ അറിയുകയും അതിനെക്കുറിച്ച് അദ്ദേഹം കോപിച്ചെല്ലാവരെയും ശാസിക്കുകയും ചെയ്തു.
ആനയ്ക്ക് തിന്നാൻ തെങ്ങോലയോ മറ്റോ അല്ലാതെ ചോറ് കൊടുക്കുന്നത് അനാവശ്യമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നു മാത്രമല്ല, ആനയ്ക്ക് കുട്ടിപ്രായം കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനി അതിന് ഒരു ആനക്കാരനെ നിയമിക്കുകയും ചെങ്ങലയിട്ട് പണിയിച്ച് തുടങ്ങുകയും ചെയ്യണമെന്ന് കൂടി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതൊന്നും അറിയാതെ കൊച്ചയ്യപ്പൻ പിറ്റേ ദിവസം പതിവ് പോലെ ഉരുളയ്ക്കായ അടുക്കളവാതിക്കൽ ഹാജരായി. അപ്പോൾ അവിടുത്തെ വലിയമ്മ കൊച്ചയ്യപ്പനോട്, "എൻ്റെ മോനെ, ഈയിടെ കാലമൊക്കെ മാറിപ്പോയി. നിനക്ക് ചോറ് തരരുതെന്നാണ് ഇപ്പോഴത്തെ കാരണവരുടെ കൽപ്പന. അദ്ദേഹം പറയുന്നതിനെ അനുസരിക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ലല്ലോ. നിനക്ക് ചോറ് തരരുതെന്ന് മാത്രമല്ല, ചെങ്ങലയിട്ട് നിന്നെ ഇനി പണിക്ക് അയക്കണമെന്നുകൂടി അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ഇത് വലിയ സങ്കടമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും എന്ത് ചെയ്യാം, എല്ലാം സഹിക്കുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ" എന്ന് പറഞ്ഞു. ഇത് കേട്ട് കൊച്ചയ്യപ്പൻ കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞുകൊണ്ട് സ്വല്പനേരം വിചാരമഗ്നനായി അവിടെ നിന്നു. ആ സമയം അവിടുത്തെ ഒരു ചെറിയ കുഞ്ഞമ്മ ഒരു ചോറെടുത്ത് കുഴിച്ചുരുട്ടി കൊച്ചയ്യപ്പന് കൊണ്ടു ചെന്നു കൊടുത്തു. എങ്കിലും അവനത് വാങ്ങിയില്ല. പിന്നെ അവൻ എല്ലാവരുടെ യാത്ര പറയുന്ന ഭാവത്തിൽ തുമ്പിക്കൈ കൊണ്ട് ചില ആംഗ്യങ്ങൾ കാണിക്കുകയും ദീനസ്വരങ്ങൾ പുറപ്പെടുപ്പിക്കുകയും ചെയ്തിട്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങിപ്പോയി. കൊച്ചയ്യപ്പന്റെ ആ യാത്ര കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആവലാവൃതം പൊട്ടിക്കരഞ്ഞുപോയി. കൊച്ചയ്യപ്പൻ നേരെ ചെന്ന് ആറ്റിലിറങ്ങി 4 നാഴിക പകലാകുന്നത് വരെ വെള്ളത്തിൽ തന്നെ കിടന്നു. 4 നാഴിക പകലെ ചക്കിയുടെ മകൾ കുളിക്കുവാനായി ആറ്റുകടവിൽ ചെന്നു. ആ സമയം കൊച്ചയ്യപ്പൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആറ്റുപക്കത്ത് നിന്നിരുന്ന ഒരു ഇല്ലിക്കൂട്ടം കുത്തിമറിച്ചിത്തു. അപ്പോൾ അതിന്റെ ചുവട്ടിൽ മണ്ണിനടിയിൽ ഇരുന്നിരുന്ന ഒരു ചെപ്പുകൂടം ഉരുണ്ട് ആറ്റിലേക്ക് വീണു. കൊച്ചയ്യപ്പൻ ആ ചെപ്പുകുടം എടുത്ത് ചക്കിയുടെ മകൾക്ക് കൊടുക്കുകയും യാത്ര പറയുന്ന ഭാവത്തിൽ തുമ്പിക്കൈ കൊണ്ട് ചില ആംഗ്യങ്ങൾ കാണിക്കുകയും ചില ദീനസ്വരങ്ങൾ പുറപ്പെടുപ്പിക്കുകയും പിന്നെ കർത്താവിന്റെ ഗൃഹത്തിലേക്ക് നോക്കി കരയുകയും ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ ചെപ്പുകുടം നിറച്ച രാശിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ കൊച്ചയ്യപ്പൻ അച്ചൻകോവിൽ ശാസ്താവിന്റെ നടയിലെത്തി. ശാന്തികാരൻ കൊച്ചയ്യപ്പനെ കണ്ടപ്പോൾ അറിയുക കൂറെ ചോറ് കൊണ്ടുചെന്ന് കൊടുക്കുകയും കൊച്ചയ്യപ്പൻ അത് വാങ്ങി തിന്നിട്ട് കാട്ടിൽ കയറി കണ്ടതൊക്കെ പറിച്ചു തിന്ന് തുടങ്ങുകയും ചെയ്തു. അന്നു മുതൽ കൊച്ചയ്യപ്പൻ കാട്ടിൽ നിന്ന് തീറ്റി നടത്തുകയും കണ്ടെത്തുന്ന തടാകങ്ങളിലും മറ്റും ഇറങ്ങി വെള്ളം കുടിക്കുകയും രാത്രിയാകുമ്പോൾ അമ്പലത്തിന്റെ തിരുമുറ്റത്ത് ചെന്ന് കിടന്നുറങ്ങുകയും പതിവാക്കി. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ദേവസർക്കാർ കൊച്ചയ്യപ്പനെ രക്ഷിക്കുന്നതിന് ഒരാനക്കാരനെ നിയമിക്കുകയും വിവരം മേനാവിലേക്ക് എഴുതി അയക്കുകയും ചെയ്തു. അപ്പോൾ കൊച്ചയ്യപ്പന്റെ കഥകളെല്ലാം മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചറിയുകയും ഈ ആനയെ കോന്നിയിൽ താപ്പാനകളുടെ കൂട്ടത്തിൽ നിർത്തി വേണ്ടതുപോലെ രക്ഷിച്ചു കൊള്ളാമെന്ന കൽപ്പനയുണ്ടാവുകയും ചെയ്തു. അക്കാലത്ത് നാടുവാണിരുന്നത് കൊല്ലം 1022 ആണ്ട് നാട് നീങ്ങിയ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ടായിരുന്നു. കൽപ്പന പ്രകാരം കൊച്ചയ്യപ്പൻ കൊന്നിയിലെത്തി താമസമായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പതനാപുരം തിരുമൂലംപിള്ള എന്നൊരു പാണ്ഡിപ്പിള്ള അവന്റെ രക്ഷകനായി നിയമിക്കപ്പെട്ടു. തിരുമൂലം പിള്ളയുടെ ശിക്ഷാസാമർഥ്യം കൊണ്ടും കോന്നിയിലുണ്ടായിരുന്ന മറ്റു താപ്പാനകളുടെ സഹവാസം കൊണ്ടും മറ്റും കൊച്ചയ്യപ്പൻ കാലക്രമേണ ഒരു താപ്പാനയായി തീർന്നു. എന്നു മാത്രമല്ല, കുഴിയിൽ വീഴുന്ന ആനകളെ കരക്കി കയറ്റി കൂട്ടിലാക്കി അടയ്ക്കുന്നതിന് കൊച്ചയ്യപ്പനെ പോലെ ബുദ്ധിയും സാമർഥ്യവുമുള്ള ഒരു താപ്പാന തിരുവിതാംകൂറിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏറെ താമസിയാതെ പത്മനാഭൻ എന്ന പ്രസിദ്ധനായ ഒരു താപ്പാന കൂടി കോന്നിയിൽ വന്നു ചേർന്നു. കുറച്ചു ദിവസത്തെ സഹവാസം കൊണ്ട് കൊച്ചയ്യപ്പനും പത്മനാഭനും പരസ്പരം അത്യന്തം സ്നേഹാകുലന്മാരായി തീർന്നു. അവർ രണ്ടുപേരും കൂടിയാൽ എത്ര വലിയ കാട്ടാനയായാലും കുഴിയിൽ നിന്ന് കരയ്ക്ക് കയറ്റി കൂട്ടിൽ കൊണ്ടുചെന്ന് അടയ്ക്കുന്നതിന് അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കുന്ന കാലത്ത് സർക്കാരിൽ നിന്ന് ആനകളെ കുഴിയിൽ വീഴിച്ച് പിടിക്കുകയെന്നുള്ള ഏർപ്പാട് വേണ്ടെന്ന് വെക്കുകയും ആനകളെ പിടിക്കുന്നതിന് കോന്നിയിൽ നിന്ന് 10-12 നാഴിക കിഴക്ക് മുണ്ടവൻപൂഴി എന്ന സ്ഥലത്ത് ഒരു കൊപ്പമുണ്ടാക്കുകയും ചെയ്തു. കൊപ്പത്തിൽ കാട്ടാന വന്ന് കയറുന്നത് കൂട്ടത്തോടെയാണല്ലോ. കാട്ടാനകൾ കൊപ്പത്തിൽ കയറിക്കഴിഞ്ഞാൽ താപ്പാനകളെ അതിലേക്ക് വീഴും. താപ്പാനകൾ കാട്ടാനകളെ ഓടിച്ച് പിളക്കൊപ്പ, അതായത് വലിയ കൊപ്പത്തിനകത്തുള്ള ചെറിയ കൊപ്പയ്ക്കത്തിലാക്കും. അവിടെ വെച്ച് വടങ്ങളിട്ട് കെട്ടുകയും പിന്നെ താപ്പാനകൾ ഇടതുവശത്തും വലതുവശത്തും നിന്ന് വടങ്ങളിൽ പിടിച്ച് വലിക്കുകയും കാട്ടാനകളെ ഓരോന്നോരോന്നായി കൊണ്ടുപോയി കൂട്ടിലാക്കി അടയ്ക്കുകയുമാണല്ലോ പതിവ്. അങ്ങനെയായപ്പോൾ താപ്പാനകളുടെ ആവശ്യം അധികപ്പെടുകയും കൊച്ചയ്യപ്പൻ പത്മനാഭൻ മുതലായ മുൻനിരയിൽ നിന്നിരുന്ന ഓരോ ആനകളെയും അവരെയും കൊണ്ട് മതിയാകാതെ വരികയും ചെയ്യുകയാൽ മഞ്ഞപ്രത്തരി നീലകണ്ഠൻ മുതലായ ചില താപ്പാനകളെ കൂടി അവിടെ വരുത്തി. മഞ്ഞപ്രത്തീരത്ത് നീലകണ്ഠനും ഓരോ ഒന്നാന്തരം താപ്പാന തന്നെയായിരുന്നു. എങ്കിലും കൊച്ചയ്യപ്പന്റെ സ്വഭാവവും തിരുനീലകണ്ഠന്റെ സ്വഭാവവും തമ്മിൽ വളരെ അന്തരമുണ്ടായിരുന്നു. കൊച്ചയ്യപ്പൻ തന്റെ പിടിയിലാമരത്തെ ആനകളെയും അപകടമൊന്നും കൂടാതെ ഏതുവിധവും തന്റെ പിടിയിൽ അമർത്തി കൊണ്ട്
പോയി കൂട്ടിലാക്കി അടയ്ക്കും. തിരുനീലകണ്ഠൻ തൻ്റെ പിടിയിൽ അമരാത്ത ആനകളെ ഉടനെ കുത്തിക്കൊല്ലും. ഇതാണ് അവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അങ്ങനെ മഞ്ഞപ്പത്തിയിരുനിലകണ്ഠൻ അനേകം നല്ല ആനകളെ കുത്തിക്കൊല്ലുകയും തന്നിമിത്തം സർക്കാരിലേക്ക് വളരെ നഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിമിത്തം മറ്റു ചില കാരണങ്ങളാലും സർക്കാരിൽ നിന്ന് കൊപ്പം വേണ്ടെന്ന് വെക്കുകയും പൂർവ്വസ്ഥിതിയിൽ ആനകളെ കുഴികളിൽ വീഴിച്ച് പിടിച്ചാൽ മതിയെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തു. അക്കാലത്ത് നേരം വൈകുമ്പോൾ കൊച്ചയ്യപ്പനും പത്മനാഭനെയും ചെങ്ങലയെടുത്ത് കാട്ടിലേക്ക് വിട്ടയക്കുക പതിവായിരുന്നു. അവർ രണ്ടുപേരും കൂടി കാട്ടിൽ കയറി കണ്ടതൊക്കെ ഒടിച്ചും പറിച്ചും തിന്നു വയറു നിറയ്ക്കുകയും ഉറക്കം വരുമ്പോൾ യഥേഷ്ടം എവിടെയെങ്കിലും കിടന്നുറങ്ങുകയും നേരം വെളുക്കുമ്പോൾ ആനക്കാരുടെ വാസസ്ഥലത്ത് ഹാജരാവുകയും ചെയ്തിരുന്നു. ഒരു ദിവസം പതിവ് പോലെ രണ്ടാനകളും ഒരുമിച്ച് കാട്ടിലേക്ക് പോയിട്ട് കൊച്ചയ്യപ്പൻ തിന്നുന്നത് വടക്കോട്ടും പത്മനാഭൻ തെക്കോട്ടും പോയതിനാൽ അവർ തമ്മിൽ പിരിയുവാനിടയായി. കുറച്ചു ദൂരം പോയതിനു ശേഷം പത്മനാഭൻ കൊച്ചയ്യപ്പൻ വരുന്നുണ്ടോ എന്ന് 4 പറ ദൂരത്തേക്ക് നോക്കി. അപ്പോൾ മുൻവശത്ത് കുറച്ച് ദൂരെയായി ഒരാന നിൽക്കുന്നത് അവർ കണ്ടു. അത് കൊച്ചയ്യപ്പനാണെന്ന് വിചാരിച്ച് പത്മനാഭൻ അങ്ങോട്ട് ചെന്നു. അത് വാസ്തവത്തിൽ ഒരു വലിയ കാട്ടാനയായിരുന്നു. പത്മനാഭൻ ചെന്നെടുത്തപ്പോൾ ആ കാട്ടാന ചാടി ഒരു കുത്തു കൊടുത്തു. പത്മനാഭൻ കൊമ്പുകൊണ്ട് തട്ടിക്കളഞ്ഞതിനാൽ കുത്തുകൊണ്ടില്ല. അപ്പോൾ കാട്ടാനയ്ക്ക് ദേഷ്യം കലശായി. ആ ആന പത്മനാഭനെ കുത്തുവാനായി വീണ്ടും ചാടിച്ചെന്നു. അപ്പോൾ പത്മനാഭനും കോപാന്തനായി തീരുകയാൽ ആ കുത്തുകയും കൊള്ളാതെ കൊമ്പുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് കാട്ടാനയെ കുത്തുവാനായി പത്മനാഭൻ ചാടുകയും കാട്ടാനയും കുത്തുകൊള്ളാതെ കൊമ്പുകൊണ്ട് തട്ടിക്കളഞ്ഞു. ഇങ്ങനെ ആ രണ്ടാനകളും ബാലി സുഗ്രീവന്മാരെ പോലെ അതിഭയങ്കരമായ യുദ്ധം പൊടിപിടിപ്പിച്ചു തുടങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തിട്ടും ആ ആനകളുടെ യുദ്ധം അവസാനിച്ചില്ല. നേരം വെളുത്തപ്പോൾ കൊച്ചയ്യപ്പൻ പതിവ് പോലെ ആനക്കാരന്മാരുടെ വാസസ്ഥലത്തെത്തി. അപ്പോൾ പത്മനാഭനെ അവിടെ കാണഞ്ഞിട്ട് കൊച്ചയ്യപ്പന് വലിയ വിചാരമായി. നേരം രാത്രിയായിട്ടും പത്മനാഭൻ വന്ന് ചേർന്നില്ല. ഒരു വിധത്തിൽ രാത്രി കഴിച്ചു കൂട്ടിയിട്ട് നേരം വെളുത്തായപ്പോൾ കൊച്ചയ്യപ്പൻ പത്മനാഭനെ അന്വേഷിക്കുവാനായി കാട്ടിലേക്ക് യാത്രയായി. അവന്റെ പിന്നാലെ ചില താപ്പാറകളോടുകൂടി തിരുമൂലംപിള്ള മുതലായ ആനക്കന്മാരും പോയി. കുറെ ദൂരം ചെന്നപ്പോൾ ഒരു കാൽ നാഴിക അകലെയായി 2 ആനകളുടെ അമർച്ചയും കൊമ്പുകൾ കൂട്ടിയടിക്കുന്ന ശബ്ദവും കേട്ടു തുടങ്ങി. അപ്പോൾ തന്നെ കൊച്ചയ്യപ്പനും തിരുമൂലംപിള്ള മുതലായവരും സംഗതി മനസ്സിലാക്കി. ഉടനെ തിരുമൂലംപിള്ള ഒരു താപ്പാനയുടെ ചങ്ങലയഴിച്ച് കൊച്ചയ്യപ്പന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തു. കൊച്ചയ്യപ്പൻ ആ ചങ്ങല 4ആയിട്ട് മടക്കിയെടുത്തുകൊണ്ട് നടന്നു തുടങ്ങി. പിന്നാലെ മറ്റുള്ളവരും ചെന്നു. അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോൾ പത്മനാഭനും ഒരു വലിയ കാട്ടാനയും തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നിൽക്കുന്നത് അവർ സ്പഷ്ടമായി കണ്ടു. കാട്ടാന ചാടി പത്മനാഭനെ കുത്തുകയും പത്മനാഭൻ കൊമ്പുകൊണ്ട് തട്ടുകയും ചെയ്ത സമയം കൊച്ചയ്യപ്പൻ ഓടിച്ചെന്ന് കയ്യിലുണ്ടായിരുന്ന ചെങ്ങല കൊണ്ട് കാട്ടാനയുടെ ഒരു മർമ്മസ്ഥാനത്ത് ഊക്കോടുകൂടി ഒരു അടി കൊടുത്തു. അടികൊണ്ട ക്ഷണത്തിൽ കാട്ടാന മരണവേദനയോടെ 3 വട്ടം ചുറ്റി നിലം പതിച്ചു. അതോടുകൂടി ആ കാട്ടാനയുടെ കഥയും കഴിഞ്ഞു. പിന്നെ എല്ലാവരും കൂടി കാട്ടിൽ തിരികെ പോരുകയും അതിൽ പിന്നെ കൊച്ചയ്യപ്പനെ കൂടാതെ പത്മനാഭൻ തനിച്ചൊരു കാര്യത്തിനും ഒരു സ്ഥലത്തും പോകാറുമില്ലാതെയായി. ഒരിക്കൽ കുഴിയിൽ വീണ ഒരു കാട്ടാനയെ കുഴിയിൽ നിന്ന് കയറ്റുവാനായി വടങ്ങളിട്ട് കെട്ടിയ ശേഷം പുറകിലത്തെ വടം ഒരു മരത്തിന്മേൽ കെട്ടിയിട്ട് കഴുത്തിന് കെട്ടിയിരുന്ന വടങ്ങളിൽ വലതുവശത്തെ വടം കൊച്ചയ്യപ്പനും ഇടതുവശത്തെ വടം മറ്റൊരു താപ്പാനയും പിടിച്ചു. പിന്നെ കുഴിയുടെ മുകളിലിട്ടിരുന്ന തടികൾ തിരുനീലകണ്ഠനും പത്മനാഭനും കൂടി തള്ളി നീക്കിക്കൊണ്ടേയിരുന്നു. ആ സമയം ഒടുവിൽ പത്മനാഭൻ തള്ളി നീക്കിയ ഒരു തടിയുടെ അറ്റം തിരുനീലകണ്ഠന്റെ തുമ്പിക്കൈന്മേൽ കൊള്ളുന്നതിനിടയായി. തന്നിമിത്തം തിരുനീലകണ്ഠന് സ്വല്പം വേദനയുണ്ടാവുകയും അവൻ കോപാന്തനായി തീരുകയും ഊക്കോടുകൂടി ചാടി പത്മനാഭന്റെ പാർശ്വഭാഗത്ത് ഒരു കുത്തുകൊടുക്കുകയും പത്മനാഭൻ തക്ഷണം മറിഞ്ഞു വീണ് ചാവുകയും ചെയ്തു. അത് കണ്ടപ്പോൾ കൊച്ചയ്യപ്പന്റെ വിധം ആകപ്പാടെയൊന്നു മാറി. അപ്പോൾ തിരുമൂലംപിള്ള മകനെ ചതിക്കരുതേ, വടം വിട്ട് കളയല്ലേ എന്ന് കൊച്ചയ്യപ്പനോട് പറയുകയും തിരുനീലകണ്ഠനെ മാറ്റിക്കൊള്ളണമെന്ന് ആ ആനയുടെ ആനക്കാരോട് ആംഗ്യം കാണിക്കുകയും ചെയ്തു. കൊച്ചയ്യപ്പൻ തിരുമൂലംപിള്ളയുടെ വാക്കിനെ അനുസരിക്കാതിരിക്കുവാൻ നിവൃത്തിയില്ലായകൊണ്ട് അത്യന്തം കോപത്തോടും ദുസ്സഹമായ ദുഃഖത്തോടും വടം പിടിച്ചു കൊണ്ടുപോയി കാട്ടാനയെ കൂട്ടിലാക്കി അടച്ചതിനു ശേഷം തിരുനീലകണ്ഠൻ നിന്നിരുന്ന സ്ഥലത്തേക്ക് അതിവേഗത്തിൽ ഓടിയെത്തി. അപ്പോൾ തിരുനീലകണ്ഠനെ അവിടെയെങ്ങും കാണായിയാൽ കൊമ്പിന്റെ തരിപ്പ് തീർക്കുവാനായി അവിടെ നിന്നിരുന്ന ഒരു തേക്കുമരത്തിൽ ഊക്കോടും കോപത്തോടും കൂടി ഒരു കുത്തു കൊടുത്തു. കുത്തുകൊണ്ട് മരം തുളഞ്ഞ് കൊച്ചയ്യപ്പന്റെ കൊമ്പ് മറുവശത്ത് ചെന്നു. പിന്നെ കൊച്ചയ്യപ്പൻ കൊമ്പ് ഊരിയെടുത്തുകൊണ്ട് തിരുമൂലംപിള്ളയുടെ വാസസ്ഥലത്തേക്ക് പോയി. കൊച്ചയ്യപ്പൻ കുത്തിത്തുളച്ച തേക്കുമരം ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടത്രേ. ആ സമയം തിരുനീലകണ്ഠനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ കൊച്ചയ്യപ്പൻ അവന്റെ കഥ കഴിക്കുമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. ആ സമയത്തെന്നല്ല, പിന്നെ ഒരിക്കലും കൊച്ചയ്യപ്പന് തിരുനീലകണ്ഠനെ കാണുന്നതിന് ഇടകൊടുത്തിട്ടില്ല. തിരുനീലകണ്ഠനെ ഉടനെ അരിപ്പാട്ട് ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പാനായി അങ്ങോട്ടയച്ച് അവിടെ നിർത്തുകയും സാക്ഷാൽ വൈക്കത്ത് തിരുനീലകണ്ഠൻ കഴിഞ്ഞതിന് ശേഷം
അവന് പകരം കോന്നിയിലേക്ക് താപ്പാനയായി വലിയ ബാലകൃഷ്ണൻ എന്ന് പ്രസിദ്ധപ്പെട്ട ആനയെ നിയമിക്കുകയും ചെയ്തു. കൊച്ചയ്യപ്പൻ തിരുമൂലം പിള്ളയുടെ വാസ്തലത്ത് ചെന്നിട്ട് 7 ദിവസത്തേക്ക് വെള്ളം കുടിക്കുക പോലും ചെയ്യാതെ രാപ്പകൽ ഒരുപോലെ കരഞ്ഞുകൊണ്ട് അവിടെ ഒരു സ്ഥലത്ത് കിടന്നു. പിന്നെ തിരുമൂലം പിള്ളയുടെ സ്വാന്തന വാക്കുകൾ കൊണ്ട് ഒരുവിധം സമാശ്വസിപ്പിച്ച് കുറെ തീറ്റി തിന്നുകയും വെള്ളം കുടിക്കുവാൻ തുടങ്ങുകയും ക്രമേണ പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്തു. വല്ല ദുഃഖമെന്നാലും കാലം ചെല്ലുമ്പോൾ കുറഞ്ഞു പോകും എന്നുണ്ടല്ലോ. വലിയ ബാലകൃഷ്ണൻ എന്ന പ്രസിദ്ധപ്പെട്ട താപ്പാന കോന്നിയിൽ വന്നു ചേർന്നതിന് ശേഷം കുറച്ചു കാലത്തേക്ക് ആനകളെ കുഴിയിൽ നിന്ന് കയറ്റി കൂട്ടിലാക്കി അടയ്ക്കുകയെന്നുള്ള കാര്യം ആ ആനയും കൊച്ചയ്യപ്പനും കൂടി അനുനിർവഹിച്ചു പോന്നത്. കൊച്ചയ്യപ്പന് വലിയ ബാലകൃഷ്ണനെ കുറിച്ച് പത്മനാഭനെ കുറിച്ചും ഇരുന്നത്തോളം സ്നേഹമുണ്ടായിരുന്നില്ല, എങ്കിലും വിരോധവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വലിയ കാട്ടാന കുഴിയിൽ വീണു. അതിനെ വടങ്ങളിട്ട് കെട്ടി കുഴിയിൽ നിന്ന് കയറ്റി കഴുത്തിൽ കെട്ടിയിരുന്ന വടങ്ങളിൽ ഇടതുവശത്തേക്ക് കൊച്ചയ്യപ്പനും വലതുവശത്തേക്ക് ബാലകൃഷ്ണനും കടിച്ചു പിടിച്ചുകൊണ്ട് കൂട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ആ കാട്ടാന കാട്ടിലേക്ക് പാഞ്ഞു തുടങ്ങി. ഈ 2 ആനകൾ പിടിച്ചിട്ടും ആ കാട്ടാന നിന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയ കാടായി. കാട്ടാനയെ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ബാലകൃഷ്ണൻ വടം വിട്ടുകളെയും പിന്തിരിഞ്ഞ് ഓടിപ്പോവുകയും ചെയ്യും. എങ്കിലും കൊച്ചയ്യപ്പൻ വടം വിട്ടില്ല. ആ കാട്ടാന കാട്ടിൽ കൂടി കൊച്ചയ്യപ്പനെയും വലിച്ചുകൊണ്ട് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നേരം വൈകി തുടങ്ങി. അപ്പോൾ തിരുമൂലം പിള്ള മകനെ നേരം വൈകി തുടങ്ങി, രാത്രിയിൽ നമ്മൾ കാട്ടിലകപ്പെട്ടാൽ ആ ആനയുടെ കൂട്ടാനകൾ വന്ന് നമ്മുടെ കഥ കഴിക്കും. അതിനാൽ നേരം ഇരുന്നെട്ടുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു പോകുവാനുള്ള മാർഗം നോക്കണമെന്ന് പറഞ്ഞു. ഉടനെ കൊച്ചയ്യപ്പൻ തല താഴ്ത്തി വടത്തിന്മേൽ ചവിട്ടി പിടിച്ചുകൊണ്ട് കൊമ്പ് കൊടുത്ത് വടത്തിന്മേൽ ഒരു തറ കൊടുത്തു. അപ്പോൾ കാട്ടാനയുടെ തല പെട്ടെന്ന് താഴുകയും കൊമ്പ് നിലത്ത് മുട്ടുകയും ചെയ്തു. അത്തരത്തിൽ കൊച്ചയ്യപ്പൻ കാട്ടാനയുടെ പാർശ്വഭാഗത്ത് ഊക്കോടുകൂടി ഒരു കുത്തും അതോടുകൂടി ഒരു തള്ളം കൊടുത്തു. മല പോലെ ഇരുന്ന കാട്ടാന തക്ഷണം മറിഞ്ഞു വീണ് ചാഴുകയും കൊച്ചയ്യപ്പൻ തിരുമൂലം പിള്ളി അപ്പോൾ തന്നെ തിരികെ വാസ്തലത്തേക്ക് പോരുകയും ചെയ്തു. അതിൽ പിന്നെ കൊച്ചയ്യപ്പൻ വലിയ ബാലകൃഷ്ണനോടും കൂടി യാതൊന്നിനും പോയിരുന്നില്ല. കോന്നിയിൽ താപ്പാനകളുടെ കൂട്ടത്തിൽ കല്യാണി എന്നു പേരായിട്ടൊരു പിടിയാനിയും ഉണ്ടായിരുന്നു. അതിൻ്റെ ആനക്കാരൻ ഗോവിന്ദപിള്ള എന്നൊരാളായിരുന്നു. അയാൾ കൊച്ചയ്യപ്പൻ്റെ ആനക്കാരനാണെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിലേക്ക് ചില ശുപാർശകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അനേകം കാലത്തെ ഉത്സാഹവും ശുപാർശയും കൊണ്ടൊടുക്കം അത് സാധിച്ചു. തിരുമൂലം പിള്ളയെ കല്യാണിയുടെ ആനക്കാരനായി, ഗോവിന്ദപിള്ളയെ കൊച്ചയ്യപ്പൻ്റെ ആനക്കാരനായി നിയമിച്ച് മേലാവിൽ നിന്ന് ഉത്തരവ് വന്നു. തിരുമൂലം പിള്ളയ്ക്കും കൊച്ചയ്യപ്പനും ഇത് ഏറ്റവും സങ്കടകരമായിരുന്നു. എങ്കിലും നിവൃത്തിയില്ലായാൽ അവരത് സമ്മതിച്ചു. കൊച്ചയ്യപ്പന് ഗോവിന്ദപിള്ളയോട് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അയാൾ പറയുന്നത് പോലെയൊന്നും അവൻ ചെയ്തിരുന്നില്ല. അതിനാൽ കാര്യം നടപ്പില്ലാതായി തീർന്നു. അതറിഞ്ഞ് മേലാവിൽ നിന്ന് 2 ആനക്കാരെയും യഥാപൂർവം ഒരു മാസത്തിനകം മാറ്റി നിയമിക്കുകയും കാര്യങ്ങളെല്ലാം മുറയ്ക്ക് മുമ്പിലത്തെ പോലെ തന്നെ നടത്തുകയും ചെയ്തു. പത്മനാഭൻ മരിച്ചതിനു ശേഷം തിരുമൂലം പിള്ള പകലത്തെ പണി കഴിഞ്ഞതിൻ്റെ വാസ്തലത്തേക്ക് പോകുമ്പോൾ കൊച്ചയ്യപ്പനെ കൂടെ കൊണ്ടുപോയി തീറ്റി കൊടുത്ത് അവിടെ നിർത്തുകയാണ് പതിവ്. കൊച്ചയ്യപ്പൻ ചെറുപ്പത്തിൽ റാന്നിയിൽ കർത്താവിൻ്റെ വാസ്തലത്ത് അപ്രകാരം തന്നെ തിരുമൂലം പിള്ളയുടെ വാസ്തലത്ത് താമസിച്ചിരുന്നു. തിരുമൂലം പിള്ളയുടെ മക്കളും കൊച്ചയ്യപ്പൻ്റെ അടുക്കൽ ചെന്ന് കളിക്കുകയും അവൻ അവരെ കളിപ്പിക്കുകയും ചെയ്തിരുന്നു. കുട്ടികൾ ചെന്ന് കൊച്ചയ്യപ്പൻ്റെ ചെവികളിലും തുമ്പിക്കൈകളിന്മേൽ വാലിന്മേലും പിടിച്ച് തൂങ്ങിയാലും അവൻ അവരെ ഉപദ്രവിക്കാറില്ല. ചിലപ്പോൾ കുട്ടികളുടെ ഉപദ്രവം കൊണ്ട് വേദനയുണ്ടായാൽ കൊച്ചയ്യപ്പൻ അവരുടെ ചെവിക്കും തുടയ്ക്കും തുമ്പിക്കൈൻ്റെ അഗ്രം കൊണ്ട് പിടിച്ചു തരും. എന്നാൽ കുട്ടികൾക്ക് അതുകൊണ്ട് വലിയ വേദന ഉണ്ടാകാറുമില്ല. തിരുമൂലം പിള്ളയ്ക്ക് ഒരിക്കലും കൊച്ചയ്യപ്പനെ അടിക്കേണ്ടതായി വന്നിട്ടില്ല. തിരുമൂലം പിള്ള പറയുന്നവ മാത്രമല്ല, മനസ്സിൽ വിചാരിക്കുന്നവ കൂടി കൊച്ചയ്യപ്പൻ അറിഞ്ഞു വേണ്ടതുപോലെ ചെയ്യും. പിന്നെ അവനെ അടിക്കുവാൻ എന്തിനാണ് മുതിരുന്നത്? ഇന്നത്തെ സ്ഥലത്തുകൂടിയിൽ ഒരു ആന വീണിട്ടുണ്ടോ? അതിനൊക്കെ കയറ്റുവാൻ നമുക്ക് അങ്ങോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഉത്സവമാണ് അവിടെ എഴുന്നള്ളിപ്പിന് പോകണമെന്നോ പറഞ്ഞ് തിരുമൂലം പിള്ള പുറത്തു കയറി കിടന്നുറങ്ങിയ കൊച്ചയ്യപ്പൻ മുമ്പ് പോയിട്ടുള്ള സ്ഥലമാണെങ്കിൽ അവൻ അവിടെ എത്തിക്കൊള്ളും. ഇടയ്ക്ക് വഴിക്ക് സംശയം തോന്നിയാൽ അവൻ അവിടെ നിന്ന് പതുക്കെ തിരുമൂലം പിള്ളയെ ഉണർത്തും. അയാൾ വഴി പറഞ്ഞു കൊടുത്താൽ അവൻ പിന്നെയും നടന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഒരു കൊല്ലം ആറന്മുള ക്ഷേത്രത്തിൽ ഉത്സവകാലത്ത് എഴുന്നള്ളിപ്പിനായി കൊച്ചയ്യപ്പനെ കൊണ്ടുപോയിരുന്നു. അവിടെ എണ്ണക്കാട്ട് കൊട്ടാരം വക ഒരു കൊമ്പനാനയും വന്നിരുന്നു. ആ ആനയ്ക്ക് വെടിക്കെട്ടിനെ കുറിച്ച് വളരെ ഭയമുണ്ടായിരുന്നു. വെടിയുടെ ശബ്ദം കേട്ടാൽ ആ ആന കൂകി വിളിച്ചുകൊണ്ടോടും. അങ്ങനെയാണ് അതിൻ്റെ പതിവ്. അതിനാൽ ആ ആണ്ടിൽ പള്ളിവേട്ടിനാൽ വെടികെട്ട് ഇറക്കി എഴുന്നള്ളിച്ചതിന് ശേഷം കൊച്ചയ്യപ്പനെ മതിൽക്കകത്ത് കൊണ്ടിരുത്തുകയും അതിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിന് വടക്കുവശത്തും കൊട്ടാരം വക ആനയെ കീഴ്ഗോപുരത്തിന് തെക്കുവശത്തും കൊണ്ടു ചെന്ന് നിർത്തി. കൊച്ചയ്യപ്പന് വെടിക്കെട്ട് കേട്ടാൽ ഒരു ഇളക്കവുമില്ല.
അവൻ ജനങ്ങളെ ഉപദ്രവിക്കുകയുമില്ല. അതിനാൽ തിരുമൂലംപിള്ള അവന്റെ അടുക്കൽ നിൽക്കാതെ ദൂരെ മാറി വെടിക്കെട്ട് കാണുവാനായി തയ്യാറായി നിന്നു. കൊട്ടാരം വക ആനയുടെ അടുക്കൽ തോട്ടി, കുന്തം മുതലായ ആയുധങ്ങളോടും കൂടി 2 ആനക്കാരന്മാർ നിന്നിരുന്നു. ആനയ്ക്ക് കയ്യിൽ നിന്ന് വിലങ്ങുമിട്ട് ഉടനെ വെടിക്കെട്ട് ആരംഭിച്ചു. കമ്പക്കോട്ട പൊട്ടത്തിഴങ്ങിയപ്പോൾ കൊട്ടാരം വക ആന അത്യുച്ചത്തിൽ ഒന്ന് കൂയി. അപ്പോൾ മതിൽക്കകത്ത് അസംഖ്യം ജനങ്ങളുണ്ടായിരുന്നതിനാൽ അവിടെ ഉണ്ടായിരുന്ന ബഹളവും കോലാഹലവും ഇന്ന പ്രകാരമാണെന്ന് പറയുവാൻ പ്രയാസം തന്നെ. കൊട്ടാരം വക ആനയുടെ ശബ്ദം കേട്ട ക്ഷണത്തിൽ കൊച്ചയ്യപ്പൻ കീഴ്ക്കേ നടയിലെത്തി ആ ആനയെ പിടികൂടി അതിനിളകുവാൻ പാടില്ലാത്ത വിധത്തിൽ അവിടെ നിർത്തും. വെടിക്കെട്ട് കഴിഞ്ഞ് ജനങ്ങളെല്ലാം പിരിഞ്ഞതിന് ശേഷം കൊച്ചയ്യപ്പൻ പിടിവിട്ടതും. കൊച്ചയ്യപ്പന് ചോറുവകയ്ക്ക് സർക്കാരിൽ നിന്ന് പ്രതിദിനം 2 പറ അടിച്ചിണങ്ങിഴി അരി പതവച്ചിട്ടുണ്ടായിരുന്നു. ആ അരി തിരുമൂലംപിള്ളയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പതിവ്. കോന്നിയിൽ കാട്ടുതീറ്റി ധാരാളമായി ഉണ്ടായിരുന്നതുകൊണ്ട് തിരുമൂലംപിള്ള തെങ്ങേന മുതലായവ ധാരാളമായി കൊടുത്തിരുന്നതിനാൽ കൊച്ചയ്യപ്പൻ ഒരു പറ അരിയുടെ ചോറിലധികം തിന്നാറില്ല. ശേഷമുള്ള അരി തിരുമൂലംപിള്ള എടുക്കുകയാണ് പതിവ്. തിരുമൂലംപിള്ളയുടെ വീട്ടിൽ ഭാര്യയും മക്കളും മറ്റുമായി അനേകം പേരുണ്ടായിരുന്നു. അയാൾക്കുള്ള ശമ്പളം കൊണ്ട് എല്ലാവർക്കും കൂടി ചെലവിന് മതിമില്ലാവുകയായിരുന്നു. പിന്നെ അയാൾ ഈ അരി കൊണ്ടുകൂടിയാണ് കുടുംബം പുലർത്തി പോന്നിരുന്നത്. ഈ പരമാർത്ഥം അറിഞ്ഞുകൊണ്ട് കല്യാണിയുടെ ആനക്കാരനായ ഗോവിന്ദൻപിള്ള പേരും ഒപ്പും കൂടാതെ കൺസർവേറ്റർ സാഹിബിന്റെ പേർക്ക് ഒരു കള്ളഹർജി എഴുതി അയച്ചു. ആ ഹർജിയിൽ കൊച്ചയ്യപ്പനായ ഒരു പറയരയുടെ ചോറിലധികം തിന്നുകയില്ലെന്നും ശേഷമുള്ള അരി തിരുമൂലംപിള്ള അന്യായമായി അപഹരിക്കുകയാണെന്നും മറ്റും വിവരിച്ചു. ഹർജി കിട്ടിയിട്ട് മുന്നറിവ് കൊടുക്കാതെ ഉടനെ പുറപ്പെട്ട് സാഹിബ് കോന്നിയിലെത്തി. കാലത്ത് 6 മണിക്കാണ് സാഹിബ് അവിടെ എത്തിയത്. ഉടൻ തിരുമൂലംപിള്ളയെ വിളിച്ചു. കൊച്ചുപയ്യന് ചോറ് തന്നേക്കാൻ കുട്ടി ഉടൻ തിരുമൂലംപിള്ളയെ വിരിച്ച് സാഹിബ് ചട്ടം കിട്ടി. അപ്രകാരം തിരുമൂലംപിള്ള സാഹിബിന്റെ മുമ്പിൽ വെച്ച് തന്നെ 25 ഇടങ്ങഴി അരി അളന്നിട്ട് വെച്ച് കൊച്ചയ്യപ്പന് ചോറ് കൊടുത്തു. അതിനിടയ്ക്ക് തിരുമൂലംപിള്ള കൊച്ചയ്യപ്പന്റെ ചെവിയിൽ, മകനെ ചതിക്കരുതേ, എൻ്റെ കുഞ്ഞുകുട്ടികൾക്ക് പട്ടിണിയാകല്ലേ എന്ന് സാഹിബ് കേൾക്കാതെ സ്വകാര്യമായി പറഞ്ഞു. കൊച്ചയ്യപ്പൻ അത് കേട്ട് കാര്യം മനസ്സിലായി എന്നുള്ള ഭാവത്തിൽ തലകുലുക്കുകയും ചെയ്തു. കൊച്ചയ്യപ്പൻ ആ ചോറ് മുഴുവൻ തിന്നതിന് ശേഷം വിഴപ്പഴങ്ങിയില്ല എന്നുള്ള ഭാവത്തിൽ സാഹിബിന്റെ മുമ്പിൽ ചെന്നിരുത്തി ഉറക്കെ നിലവിളിച്ചു. സാഹിബ് 5-8 പഴക്കലുകൂടി വരുത്തി കൊച്ചയ്യപ്പന് കൊടുത്തു. അവൻ അതെല്ലാം വാങ്ങിയെടുത്ത് എന്നിട്ടും നല്ല തൃപ്തിയാവാത്ത ഭാവമുണ്ടായിരുന്നില്ല. പിന്നെ സാഹിബ് തിരുമൂലംപിള്ളയെ വിളിച്ച് കൊച്ചയ്യപ്പനെ കൊണ്ടുപോയി അവന് വയറു നിറയത്തക്കവണ്ണം തെങ്ങോലയോ മറ്റോ കൊടുക്കുവാൻ ചട്ടം കിട്ടിച്ചു. അന്ന് തന്നെ സാഹിബ് അവിടെ വന്നിട്ട് നല്ല തൃപ്തിയാക്കിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഹർജി തിരുമൂലംപിള്ളയുടെ വിരോധികളാരോ അയച്ച കള്ളഹർജിയാണെന്ന് തീർച്ചപ്പെടുത്തുകയും കൊച്ചയ്യപ്പൻ 5 ഇടങ്ങഴി അരി കൂട്ടി പ്രതിദിനം 3 പറ അരിയുടെ ചോറ് വീതം കൊടുക്കുന്നതിനും അതിനുള്ള അരി യഥാപൂർവം തിരുമൂലംപിള്ള തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനും ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. അതിനാൽ ഗോവിന്ദപിള്ള ചെയ്ത ഉപദ്രവം തിരുമൂലംപിള്ളയ്ക്ക് ഉപകാരമായി തീർന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വൈക്കത്തെ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് തക്കതായ ആനയൊന്നും ഇല്ലാതെ വരിക, കൊച്ചയ്യപ്പനെ അവിടെ അയച്ച് നിർത്തണമെന്ന് ഉത്തരവ് വരികയും അതനുസരിച്ച് അവനെ അങ്ങോട്ട് അയക്കുകയും ചെയ്തു. അക്കൊല്ലം കോന്നിയിൽ തക്കതായ താപ്പാന ഇല്ലാതായിരുന്നതുകൊണ്ട് കുഴിയിൽ വീണ ആനകളിൽ മിക്കവരും കയറി പൊയ്ക്കൊള്ളുകയും പിടിച്ചവയെ തന്നെ കൂട്ടിലടയ്ക്കുവാൻ വളരെ പ്രയാസം നേരിടുകയും ചെയ്യുകയാൽ ആ വിവരങ്ങളെല്ലാം സാഹിബ് എഴുതി അയക്കുകയും കൊച്ചയ്യപ്പനെ തിരികെ കോന്നിയിൽ തന്നെ വരുത്തി നിർത്തി കൊള്ളുന്നതിന് ഉത്തരവുണ്ടാക്കുകയും ചെയ്തു. അതനുസരിച്ച് കൊച്ചയ്യപ്പൻ പിന്നെയും കോന്നിയിൽ തന്നെ വന്നു ചേർന്നു. കൊച്ചയ്യപ്പൻ കുപ്പത്തിൽ നിന്ന് പിടിച്ചു കൂട്ടിലാക്കി അടച്ചിട്ടുള്ള ആനകൾക്ക് കണക്കില്ല. അവൻ കുഴികളിൽ നിന്ന് തന്നെ 700-ലധികം ആനയെ കയറ്റി കൂട്ടിലാക്കി അടച്ചിട്ടുണ്ട്. അവൻ അധികം ആനകളെ കൊന്നിട്ടുമില്ല. കൊച്ചയ്യപ്പൻ ഒരു കാട്ടാനയെ ചെങ്ങല കൊണ്ട് അടിച്ചും മറ്റൊന്നിനെ കുത്തിയും ഇങ്ങനെ 2 ആനകളെ കൊന്നിട്ടുള്ളതായി മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൂടാതെ അവൻ 6 ആനയെ കൂടി കൊന്നിട്ടുണ്ട്. ഒരിക്കൽ കോന്നിയിലുള്ള ആനക്കൂടുകളിൽ സ്ഥലം മതിയാകാതെ വരികയാൽ പത്തനാപുരത്തെ ചില ആനക്കുടകളും ഉണ്ടായി. കൊച്ചയ്യപ്പനും മറ്റാരും താപ്പാനയും കൂടി ഒരു കാട്ടാനയെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊണ്ടുവന്ന് പത്തനാപുരത്തുള്ള കൂട്ടിലേക്ക് അടയ്ക്കുവാനായി പുറപ്പെട്ടു. ആ കാട്ടാന വലിയ പിണക്കക്കാരനായിരുന്നു. അതിനെ കൊണ്ടുപോകുവാനുള്ള പ്രയാസം കൊണ്ടും വല്ലപ്രകാരവും കൂട്ടിലാക്കി അടച്ചാലും പിന്നീടും നാശങ്ങൾ ഉണ്ടാക്കി തീർക്കുമെന്ന് തോന്നിയിലും പിടിവിട്ടാൽ തന്നെ അവൻ കുത്തിക്കൊന്നേക്കാന്നുമുള്ള ഭയം നിമിത്തം കൊച്ചയ്യപ്പൻ ആ കാട്ടാനയെ വഴിക്ക് വെച്ച് കുത്തിക്കൊന്നു കളഞ്ഞു. അതും തിരുമൂലംപിള്ളയുടെ സമ്മതപ്രകാരമായിരുന്നു. കൊച്ചയ്യപ്പനും കാട്ടാനയെ വിഷമിക്കുന്നു എന്ന് കണ്ടപ്പോൾ എന്നാൽ കാച്ചിക്കള മക്കനെ എന്ന് തിരുമൂലംപിള്ള പറഞ്ഞിട്ടായിട്ടാണ് കൊച്ചയ്യപ്പൻ കുത്തിയത്. തിരുമൂലംപിള്ള പറയാതെ കൊച്ചയ്യപ്പൻ സ്വമേധയാ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇക്കഴിഞ്ഞ 1099 ആണ്ട് കർക്കിടക മാസത്തിൽ നാട് നീങ്ങിയ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട്
ഒരിക്കൽ കൊല്ലത്തെഴുന്നള്ളിയിരുന്ന സമയം കൊച്ചയ്യപ്പനെ കാണുന്നതിന് കൽപ്പിച്ചാവശ്യപ്പെട്ട പ്രകാരം എഴുതി ചെല്ലുകയാൽ തിരുമൂലംപിള്ള അവനെ കൊല്ലത്ത് കൊണ്ടുചെന്ന് തിരുമുമ്പാകെ ഹാജരാക്കി. തിരുമുമ്പാകെ ചെന്ന ഉടനെ തുമ്പിക്കൈയിൽ മടക്കി പിടിച്ചിരുന്ന ഒരു കടലാസ് തിരുമുമ്പാകെ വെച്ചിട്ട് മുട്ടുകുത്തി തലകുനിച്ച് നമസ്കരിച്ചു. ഉടനെ എഴുന്നേറ്റ് തിരുമുമ്പാകെ നിന്നു. തിരുമനസ്സുകൊണ്ട് ആ കടലാസ് തൃക്കൈയിലെടുത്ത് തൃക്കൺ പാർത്തു. അതൊരു ഹർജിയായിരുന്നു. അതിൻ്റെ സാരം അടിയനാകാമായിരുന്നു. കാലത്തെല്ലാം തിരുമനസ്സിലെ ഗവൺമെന്റിലേക്ക് നഷ്ടം നേരിടാത്ത വിധത്തിലും ആദായമുണ്ടാകത്തക്കത്തോണം മടിയും വ്യാജവും കൂടാതെ യഥാശക്തി അടിയൻ വേല ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടിയന് പ്രായാധിക്യം നിമിത്തമുള്ള ക്ഷീണം കൊണ്ട് വേല ചെയ്യുവാൻ നിവൃത്തിയില്ലാതെയായിരിക്കുന്നു. അതിനാൽ വേല വിടർത്തി പെൻഷൻ തരുന്നതിന് സദയം കൽപ്പനയുണ്ടാകണമെന്ന് സവിനയം അപേക്ഷിച്ചു കൊള്ളുന്നു എന്നായിരുന്നു. കൊച്ചയ്യപ്പന് ഇത് എഴുതി കൊടുത്തത് ആരാണെന്നും മറ്റും അന്വേഷിക്കാത്ത തന്നെ തിരുമനസ്സുകൊണ്ട് അവന് പെൻഷൻ കൊടുക്കാമെന്ന സസന്തോഷം കൽപ്പിച്ചനുവദിച്ചു. കൊച്ചയ്യപ്പനെ കൊണ്ട് മേലാൽ യാതൊരു വേലയും ചെയ്യിപ്പിച്ചു പോകരുതെന്നും അവന് പതിവുള്ള ചോറും മറ്റും തീറ്റകളും ശരിയായി കൊടുക്കുകൊള്ളണമെന്നും അവനെ മേലാൽ ആറന്മുള നിർത്തി രക്ഷിച്ചു കൊള്ളണമെന്നും 2 നേരവും മാറ്റിൽ കൊണ്ടുപോയി കുളിപ്പിക്കണമെന്നും ചോറ് കൊടുക്കണമെന്നും അതിനും മറ്റും നേരം നീക്കി വരുത്തുന്നതിനും മാറ്റമായിരുന്നു കൽപ്പന. ഇങ്ങനെ ഒരു കൽപ്പന തിരുവിതാംകൂറിൽ മറ്റൊരാനയെക്കുറിച്ചും ഉണ്ടായിട്ടുള്ളതായി കേട്ടുകേൾവി പോലുമില്ല. ഈ കൽപ്പന ഉണ്ടായ കാലം മുതൽ കൊച്ചയ്യപ്പന്റെ താമസം ആറന്മുളയിലായിരുന്നു. അവിടെ വെച്ച് തന്നെ അവൻ വിശേഷിച്ച് യാതൊരു കാരണവും കൂടാതെ അനായാസേന ചരമഗതിയെ പ്രാപിക്കുകയും ചെയ്തു. അത് കൊല്ലം 1086 കുംഭമാസത്തിൽ കൊച്ചയ്യപ്പന്റെ 103 വയസ്സിലായിരുന്നു. കൊച്ചയ്യപ്പനെ കുറിച്ച് ഇനിയും പല കഥകൾ പറയുവാനുണ്ട്. പക്ഷെ ഇക്കാലത്തുള്ള ചില ചെറുപ്പക്കാർക്ക് അവയെല്ലാം ഒരു വക അതിശോക്തികളായി തോന്നുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വിസ്തരിക്കാതെ ചുരുക്കത്തിൽ പറഞ്ഞു തീർത്തതാണ്. കൊച്ചയ്യപ്പൻ കുടിയിൽ വീണ കാലം മുതൽ കണക്കിലാക്കുകയാണെങ്കിൽ അവൻ അനേകം ആനക്കാരന്മാരും ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. എങ്കിലും അവൻ്റെ 50 വയസ്സ് മുതൽ അവൻ്റെ അവസാന കാലം വരെ അവൻ്റെ രക്ഷകനായി ഇരുന്നിട്ടുള്ളത് തിരുമൂലംപിള്ള തന്നെയാണ്. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 61 സമാപിച്ചിരിക്കുന്നു. ഇനി അധ്യായം 62 ഊരകത്ത് അമ്മ തിരുവടി തുടരും.